സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിന് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ഈ പദ്ധതിയിലൂടെ നൽകുന്നുണ്ട്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ പദ്ധതിയിൽ അംഗമാവാൻ കഴിയുക. മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്കാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാവാൻ സാധിക്കുന്നത്. കൂടാതെ സർക്കാരിൽ നിന്നുള്ള മറ്റ് ക്ഷേമ പെൻഷനുകൾ ഒന്നും ലഭിക്കാത്തവർക്കാണ് ഈ ഒരു പദ്ധതിയിലൂടെ ധനസഹായം ലഭിക്കുക. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരമോ കരാർ അടിസ്ഥാനത്തിലോ ജോലിയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയില്ല. അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ ഇവയൊക്കെയാണ്: ആധാർ കാർഡ്, റേഷൻ കാർഡ്, പാസ്ബുക്ക്. വയസ്സ് തെളിയിക്കുന്ന രേഖയായി ജനന സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, SSLC ബുക്ക് എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് മറ്റ് പെൻഷനുകൾ ഒന്നും ലഭിക്കുന്നില്ല എന്ന് തെളിയിക്കുന്ന സത്യവാങ്മൂലം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റായ K-Smart വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ഡിസംബർ 22 മുതൽ ഇതിനുള്ള അപേക്ഷ സ്വീകരിച്ചു തുടങ്ങി. ഓൺലൈനായി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. ബ്രൗസറിൽ K-Smart എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് കാണുന്ന K-Smartൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ മുകളിൽ കാണുന്ന 3 ലൈനിൽ ക്ലിക്ക് ചെയ്ത് ലോഗിൻ എന്നത് സെലക്ട് ചെയ്യുക. ലോഗിൻ സെലക്ട് ചെയ്യുമ്പോൾ സിറ്റിസൺ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഇവിടെ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്യുക. അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ക്രിയേറ്റ് അക്കൗണ്ട് എന്നത് സെലക്ട് ചെയ്യുക. ഈ ഒരു ബോക്സ് ടിക്ക് ചെയ്ത ശേഷം പ്രൊസീഡ് കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത ശേഷം ഗെറ്റ് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കുക. അതിന് താഴെ നിങ്ങളുടെ പേര് എൻ്റർ ചെയ്ത ശേഷം രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അക്കൗണ്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയത് കാണാം. വീണ്ടും ലോഗിൻ പേജിലേക്ക് പോയി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് OTP എന്നതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വന്ന OTP നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് ലോഗിൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ ന്യൂ ആപ്ലിക്കേഷൻ എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന സ്ത്രീ സുരക്ഷാ സ്കീം എന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ഫോർ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആധാർ ആൻഡ് റേഷൻ കാർഡ് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ലോക്കൽ ബോഡി ടൈപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിന് താഴെയായി നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വാർഡ് സെലക്ട് ചെയ്ത ശേഷം താഴെ ആധാർ നമ്പർ കൊടുക്കുക. തൊട്ടടുത്തായി ആധാറിലെ പേര് ഇംഗ്ലീഷിൽ എൻ്റർ ചെയ്ത് കൊടുത്ത് വാലിഡേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആധാറിലെ ഫുൾ ഡീറ്റെയിൽ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ഇവിടെ റേഷൻ കാർഡ് ഡീറ്റെയിലും കാണാൻ സാധിക്കും. ഇതിൽ നിന്നും 35-നും 65-നും ഇടയിലുള്ള സ്ത്രീകളുടെ പേരുകൾ സെലക്ട് ചെയ്ത് അതിനുശേഷം പ്രൊസീഡ് എന്നത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ആപ്ലിക്കൻ്റെ നെയിമും ഡീറ്റെയിലുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഹസ്ബൻഡ് നെയിം, അഡ്രസ്സ് ഇതെല്ലാം കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. അടുത്തത് ജോബ് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. ജോലി ഇല്ലാത്തവരാണെങ്കിൽ ഹോം മേക്കർ എന്നാണ് സെലക്ട് ചെയ്യേണ്ടത്. ജോലി ഉള്ളവരാണെങ്കിൽ എംപ്ലോയിഡ് എന്ന് ചേർത്ത് പ്രൊസീഡ് എന്നത് കൊടുക്കുക. നെക്സ്റ്റ് ബാങ്ക് ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത്. അതിനുശേഷം ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഏജ് പ്രൂഫിനായുള്ള ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ ഒരു ഫോട്ടോ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിന് താഴെയായി പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തത് എലിജിബിലിറ്റിയാണ്. ഇവിടെ കുറേ വിവരങ്ങൾ ചോദിക്കുന്നുണ്ട്. ശരിയായ വിവരങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയ ശേഷം പ്രൊസീഡ് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ഫിൽ ചെയ്ത എല്ലാ വിവരങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. എല്ലാം കറക്റ്റാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രൊസീഡ് എന്നത് കൊടുക്കുക. അവസാനമായി OTP വെരിഫിക്കേഷൻ നടത്തിയ ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഇവിടെ നിന്ന് ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ ലഭിക്കുന്നതാണ്. ഇതുപയോഗിച്ച് ഇതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ കഴിയും.